ഹായ് എവരിവൺ. ഇപ്പോൾ റഷ്യയിലുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാം. ഇപ്പം നല്ല രീതിയിലുള്ള സ്നോഫോളാണ്. സ്നോഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല ഹൈ, എവിടെ നോക്കിയാലും സ്നോഫോളാണ്. അപ്പോൾ അതായത് നമ്മൾ വിൻ്റർ കഴിയാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് സ്നോഫോൾ. അപ്പം ഞാനൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. സ്നോഫോളിൻ്റെ അല്ല. ഇന്നലെ ഒരാൾ എന്നെ പരാമർശിക്കാതെ, അയാൾ പേര് പരാമർശിക്കാതെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ആ വീഡിയോ കണ്ടിട്ടുള്ള അതിനുള്ള ആൻസർ ഞാൻ തരാം. കാരണം വെച്ചാൽ ഇതൊരു നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് യൂട്യൂബ് ഫൈറ്റ് ആണോ, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് ആണോ, അങ്ങനെ. പക്ഷെ അങ്ങനെയല്ല. ഒരാളെ കുറ്റം പറയുമ്പം അതിനെക്കുറിച്ചിട്ടുള്ള പക്ക എവിഡൻസ് അവൻ്റെ കയ്യിലുണ്ടായിരിക്കണം. എന്നിട്ട് മാത്രമേ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ. ഇവൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങൾ സോറി ഇതിൽ കയറി വന്ന് നടക്ക്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഞാനൊന്ന് സൗണ്ട് കൂട്ടാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. സൗണ്ട് കൂട്ടിയിട്ട് അപ്പം ഇവൻ പറഞ്ഞ ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാൻ തരാം. കുറച്ച് കാര്യങ്ങൾ ഇവൻ പറയുന്നുണ്ട്. അപ്പം അതിനുള്ള ഒരു ആൻസർ തരാം. ഒരു കാര്യം കൂടി പറയാനാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഫോട്ടോയും മെയിനായിട്ട് ഇവൻ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് വെച്ചാൽ ഇത് ഈ സ്നോഫോളിനെ കുറിച്ചോ റഷ്യയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാനൊന്നുമല്ല. ഇത് തന്നെ മറ്റുള്ള ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോന്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൺവിൻസ് ആക്കി തരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് കാണും കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാനാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഫോട്ടോയും എന്റെ സുഹൃത്തിന്റെ ഫോട്ടോയും വെച്ചിട്ട് ഒരു വ്യക്തി പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കെതിരെ നമ്മൾ നിയമപരമായിട്ട് ഇപ്പൊ നിലവിൽ നമ്മൾ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയും ആ വ്യക്തി അതുപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമത്തിന്റെ പരമായിട്ട് പോവാൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, പിന്നെ നമ്മുടെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഓൾറെഡി ഒരുപാട് ആൾക്കാരുടെ പേര് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ അയക്കേണ്ടവർക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോന്റെ അടിയിൽ അനാവശ്യമായിട്ട് കമന്റ് ഇടുന്നവർക്കെതിരെ നമ്മൾ ലീഗലായിട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ അനാവശ്യ പ്രചരണങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രചരിക്കുന്ന വ്യക്തിക്കെതിരെയും നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനിയും അത് തുടരുകയാണെങ്കിൽ ഇനിയും നമ്മൾ അത് ചെയ്യാൻ തയ്യാറാണ്. ഈ സാഹചര്യത്തിനെ പറ്റിയുള്ള അവസാനത്തെ വീഡിയോ ആണത്. അപ്പോൾ ഈ സാഹചര്യത്തെ പറ്റിയുള്ള അവസാന വീഡിയോ ആണ് ഇപ്പോൾ ഇവൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, എൻ്റെ പേര് ഇജാസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ വർഷമായിട്ട് റഷ്യയിൽ ഉള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവനൊക്കെ വരുന്നതിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ ഉള്ളതാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഇവൻ നിയമപരമായിട്ട് നീങ്ങാൻ പോവുകയാണ്. നിയമപരമായിട്ട് ഒരു സ്റ്റെപ്പ് വെച്ചു, പിന്നെ 2 സ്റ്റെപ്പ് വെക്കും, പിന്നെ 3 സ്റ്റെപ്പ് വെക്കും, പിന്നെ അങ്ങനെ സ്റ്റെപ്പുകൾ അവന് വെച്ചുകൊണ്ടേയിരിക്കും. അവൻ വെച്ചുകൊണ്ടിരിക്കട്ടെ. ഓക്കെ, കാരണം അവനേക്കാളും അവൻ്റെ ഈ പക്ക ഫ്രോഡായിട്ടുള്ള ഒരു എന്നെക്കുറിച്ച് മോശമായിട്ട് എന്നെക്കുറിച്ചാണ് തോന്നുന്നത് എനിക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. അപ്പം ഞാനാണ് അവൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പം എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കും അവൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ളവൻ എന്നെക്കുറിച്ച് ലീഗലി ആയിട്ട് അവൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഗലായിട്ട് പോകാൻ അറിയാം. ഞാൻ ഒരു കാര്യം നിനക്കറിയോ, ഞാൻ നിനക്ക് ഒരു സാധനം കാണിച്ചു തരാം. അപ്പോൾ ആ സാധനം നീ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം, ഞാൻ നിന്റെ ഇൻഫ്ലുവൻസും എൻ്റെ ഇൻഫ്ലുവൻസും വെച്ച് ഞാൻ നിനക്കുള്ള ഒരു സാധനം ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ, ഇപ്പം കാണിക്കാം. എന്നിട്ട് നീ പറ, നീ ആരാണ്, ഞാൻ ആരാണ്, ഏത് ലെവലിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ളത് നീ ഒന്ന് പറയണം. ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നീ ലീഗലായിട്ട് പോവോ എങ്ങനെയാണെങ്കിലും പോയിക്കും. നീ ഇപ്പോൾ റഷ്യയിൽ വന്നിട്ട് എത്ര കാലം ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നിനക്ക് ലീഗലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. എന്നിട്ട് നീ പറ, നീ ലീഗലായിട്ട് പോവോ. ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അത് കാണിക്കണമല്ലോ. അത് കാണിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുള്ളൂ. അവൻ ലീഗലായിട്ട് പോകുന്നു, റഷ്യയോട് ഭയങ്കര കൂറുള്ള ഒരാളാണെന്നൊക്കെയാണ് മുമ്പത്തെ വീഡിയോയിലൊക്കെ അവൻ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ കാണിക്കാം. ഫസ്റ്റ് നിനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കാണിക്കാം. ഇതെന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് റഷ്യ അറിയുന്നവർക്ക് മനസ്സിലാവും. റഷ്യൻ
ആർമിയിൽ വർക്ക് ചെയ്തിട്ടുള്ള കാർഡാണിത്. വയ്യന്ന ബില്യത്ത്. അതായത് അവനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് ഇവിടെ എനിക്ക് ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു കാർഡാണ്. അതായത് റഷ്യൻ ആർമിയിൽ 6 മാസത്തോളം വർക്ക് ചെയ്തിട്ടുള്ള അതായത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പിലായിട്ട് 2009 കാലഘട്ടത്തിൽ റഷ്യൻ ആർമിയിൽ, അതായത് ഇത് കാണിക്കാം, ഇതാ ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങൾ കാണിച്ചുതരാം. ഇത് റഷ്യൻ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുള്ള കാർഡാണ്. അപ്പോൾ അവൻ്റെ ഇൻഫ്ലുവൻസും എൻ്റെ ഇൻഫ്ലുവൻസും എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തത്, ഇത് നമ്മൾ ലീഗലായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണിക്കുന്നത്. റഷ്യൻ ഇന്റർനാഷണൽ പാസ്പോർട്ടാണ്. അത് റഷ്യൻ ഗവൺമെന്റ് ഇത് തരണമെങ്കിൽ നമ്മളിവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് റഷ്യൻ ഗവൺമെന്റിന് കൺവിൻസ് ആയതുകൊണ്ട് മാത്രമാണ് റഷ്യൻ ഗവൺമെന്റ് ഈ ഒരു സഗ്രാൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞ പാസ്പോർട്ട് എനിക്ക് തന്നിട്ടുള്ളത്. കാരണം ഞാൻ ഒരു ക്രിമിനൽ കേസിലോ ഒന്നും ഇതുവരെയായിട്ട് പെട്ടിട്ടില്ല. അപ്പം അത് തെളിയിക്കാനുള്ള ഒരു കാർഡാണിത്. മൂന്നാമത്തെ, റഷ്യൻ സിറ്റിസൺ വേണമെങ്കിൽ കാണിക്കാം. റഷ്യൻ സിറ്റിസൺ എന്ന് തെളിയിക്കുന്ന ഒരു കാർഡും കൂടിയാണ് ഇത്. റഷ്യൻ സിറ്റിസൺ എന്ന് തെളിയിക്കുന്ന ഒരു കാർഡും കൂടിയാണിത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അവൻ നിയമപരമായിട്ട് നീങ്ങും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇതുവരെ ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഓൾറെഡി സറണ്ടർ ചെയ്ത പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ട് എനിക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആ വ്യക്തിക്ക് ഉള്ള ഒരു കുറച്ച് ആൻസറാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഇവനോട് ഞാൻ ഇവൻ്റെ തട്ടിപ്പ് ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഗ്യാങ്ങിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവൻ പറയുന്നുണ്ട് എനിക്കെതിരെ കമൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കെതിരെ ഇവൻ ലീഗലായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൻ ലീഗലായിട്ട് നീങ്ങുന്നു എന്നുള്ളത്. എടാ മന്ദബുദ്ധി നീ പറയുന്നതിൽ എവിടെയാണ് ന്യായമുള്ളത്? ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വരെ തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ബാഡ് കമൻറ്റ് എഴുതാനുള്ള ഒരു പൗരനെന്നുള്ള ഒരു നിലയിൽ എല്ലാവർക്കും അവകാശമുണ്ട്. നീ തെറ്റ് ചെയ്താലും ഞാൻ തെറ്റ് ചെയ്താലും അതിനെതിരെ ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. നീ തെറ്റ് ചെയ്തെന്നുള്ളത് കൺവിൻസ് ആയത് കൊണ്ടാണ് പലരും അതിനെ കമന്റ് ചെയ്യുന്നത്. പിന്നെ നീ അവർക്കെതിരെ എന്ത് രീതിയിൽ കേസ് കൊടുക്കാനാണ് നീ പോകുന്നത്? നീയാണ് കുടുങ്ങാൻ പോകുന്നത്. കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നീയാണ് കുടുങ്ങാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, നീ റഷ്യയെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നീ റഷ്യയെ സ്നേഹിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് എൻ്റെ കയ്യിലുണ്ടോ? ഞാൻ റഷ്യയെ സ്നേഹിക്കുന്നതിനുള്ള എവിഡൻസ് ആണ് ഞാൻ റഷ്യൻ സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ റഷ്യൻ ആർമിയിൽ ജോയിൻ ചെയ്ത റഷ്യൻ ആർമി കാർഡ്, അതുപോലെ തന്നെ വയ്യന്ന ബില്ലത്ത് എന്ന് പറയും ആ കാർഡ്. ഇത്രയും കാർഡുകൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നീ എന്ത് രീതിയിലാണ് നിനക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു എവിഡൻസ് എനിക്ക് കാണിക്കാൻ പറ്റുമോ? പിന്നെ നീ മറ്റുള്ളവരെ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്തു. നിനക്ക് റഷ്യയിലേക്ക് ആളുകളെ ഹയർ ചെയ്യാനുള്ള റിക്രൂട്ട്മെന്റ് ലൈസൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഇന്ത്യയിൽ നിന്ന്. ഞാൻ ഇന്ത്യക്കാരനല്ല, ഞാൻ ഒന്നാമത് റഷ്യക്കാരനാണ്. എനിക്ക് ഇന്ത്യയിൽ നിന്ന് ആളുകളെ ഹയർ ചെയ്യാൻ വേണ്ടി എനിക്ക് റഷ്യൻ്റെ ലൈസൻസ് മതി. എനിക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ ഞാൻ റഷ്യൻ കമ്പനിയായിട്ട് കോർപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇന്ത്യൻ്റെ കാർഡ് വേണ്ട. പക്ഷേ എന്നാൽ പോലും ഞാൻ ഇതുവരെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ പെടാത്തത് കൊണ്ട് ഞാൻ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഒരു കൺസൾട്ടൻസി കാർഡ്, അതായത് ലൈസൻസോടുകൂടിയുള്ള, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് തന്നിട്ടുള്ള, എൻ്റെ പേരിൽ എടുക്കാൻ പറ്റില്ല, എൻ്റെ ഫാമിലിൻ്റെ പേരിൽ എടുത്തിട്ടുള്ള ഒരു കാർഡ്, ഇന്ത്യൻ ഗവൺമെന്റ് അലോഡ് ആക്കി തന്നിട്ടുള്ള കാർഡ് എൻ്റെ കയ്യിൽ, കേരള ഗവൺമെന്റ് അലോഡ് ആക്കി തന്നിട്ടുള്ള കാർഡ് എൻ്റെ കയ്യിലുണ്ട്. ജെന്യൂൻ ആയിട്ടുള്ള കാർഡാണ്. കാരണം ഞാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്തത് കൊണ്ട് എൻ്റെ പേരിൽ ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാനൊരു കമ്പനിയിലേക്കും ആളുകളെ ഡയറക്റ്റ് ഹയർ ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാനോ കോൺട്രാക്ട് കൊടുക്കാനോ പറ്റത്തില്ല. ഞാൻ കമ്പനിയുടെ ഓണറോ ഒന്നുമല്ല. ഒരു കമ്പനിയാണ് അവരെ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നതും ഇൻവിറ്റേഷൻ കൊടുക്കുന്നതും. അപ്പോൾ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. പിന്നെ നീ എന്താണ് പറഞ്ഞത്? കുറച്ച് കാര്യങ്ങൾ നീ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നീ മറന്നു എന്ത് പറഞ്ഞ? പിന്നെ നിനക്ക് പറഞ്ഞില്ല. പിന്നെ നീ മറ്റുള്ളവർക്ക് നിന്റെ കാര്യങ്ങൾ നീ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ പ്രചരിപ്പിക്കുന്നു. എടാ മന്ദബുദ്ധിന്ന് പോലും നിന്നെ വിളിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ എത്രയോ ആൾക്കാരുണ്ട്, വലിയ പദവി ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോലീസുകാരുണ്ട്, അതുപോലെ തന്നെ പല സെക്ഷനിലും വലിയ ഉദ്യോഗസ്ഥർ. അവർ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കമന്റ് ഇടാനുള്ള അവകാശം ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ഗവൺമെന്റ് അലോഡ് ചെയ്തിട്ടുണ്ട്. അത് അവയർനെസ് ആണ്. ഇത് ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ്. മറ്റുള്ളവർ ഇനി പറ്റിക്കപ്പെടരുത്. ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പല ആളുകളും പറ്റിക്കപ്പെടും. അതുകൊണ്ടാണ് ആളുകൾ കമന്റ് ഇടുന്നത്. നിനക്കിന്റെ വീഡിയോക്കെതിരെ മോശമായ കമന്റ് ഇടുന്നവർക്കെതിരെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സല്യൂട്ട് ചെയ്യുന്നു. അതായത്
നിനക്ക് ആ പിള്ളേർ അത് ഗഡ്സ് ഉള്ള പിള്ളേരാണ്, ആണാണെന്ന് തെളിയിക്കുന്ന ആളുകളാണ്. അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സല്യൂട്ട് ചെയ്യുന്നു. അതായത് നീ ഒരു മന്ദബുദ്ധിയാണെന്നുള്ള തെളിയിച്ചുകൊണ്ടാണ് നീ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ, ഇത് ലാസ്റ്റിന്റെ വീഡിയോ ആണ്, ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. കാരണം നീ ഓൾറെഡി എല്ലാം തട്ടിപ്പോലും ചെയ്തു. 10-20 ആൾക്കാർ നിന്റെ പേരിലും നിന്റെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും, നിന്റെ ഗ്രൂപ്പ് വഴിയും ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആളുകളുടെ കയ്യിലുണ്ട്. നിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറിയ, സാദിന്റെ അക്കൗണ്ട് നിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറിയ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പോലീസിന്റെ കയ്യിലുണ്ട്. അപ്പൊ നീ എങ്ങനെ നീങ്ങുന്നാണ് നീ പറയുന്നത്? നിനക്കെതിരെ എത്രയോ 20-ൽ കൂടുതൽ ആൾക്കാർ, 20 ആൾക്കാർ മലപ്പുറത്ത് തന്നെ ഉണ്ട് തോന്നുന്നു, 60-ൽ കൂടുതൽ ആൾക്കാർ നിനക്കെതിരെ പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നീ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് എനിക്കെതിരെ കമന്റ് ചെയ്യുന്നവർക്ക്? അപ്പോൾ നീ ഈ ഒറ്റ ആളാണോ? നീയും നിന്റെ കൂടെയുള്ള മറ്റവനുണ്ടല്ലോ, നിന്റെ ചങ്ക് ബ്രോ, ആ ചങ്ക് ബ്രോവും കൂടിയിട്ടാണോ നിനക്ക് വേണ്ടിയിട്ട് നിന്റെ എല്ലാ ഫ്രോഡിനും കൂട്ടു നിൽക്കുന്ന ഒരാൾ കൂടി ഉണ്ടല്ലോ, അവനാണോ നിന്നെ രക്ഷിക്കാൻ പോകുന്നത്? നീ എന്താണ് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്നേ വരെ ആരും തോപ്പിച്ചിട്ടോ ഇല്ല. നിന്റെ കൂടെയുള്ള കുറച്ച് ശിങ്കടികൾ ഉണ്ടാവും. ആ ശിങ്കടികൾ വന്നിട്ട് പല രീതിയിലും കമന്റ് ചെയ്യും. പിന്നെ ഇതിന്റെ ഇടയിൽ കയറി കളിക്കുന്ന കുറച്ച് ഏജന്റുമാരുണ്ട്, ഇത് മുതലെടുക്കുന്ന കുറച്ച് ഏജന്റുമാരുണ്ട്. അവന്മാരൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ അവന്മാരെ കമന്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതായത് നിനക്ക് റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഉണ്ടോ, നിനക്ക് അതുണ്ടോ, നിനക്ക് നീ പെട്ടെന്ന് തന്നെ ജയിലിൽ പോകുന്നത് കാണാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ഏജന്റുമാർ ഇതിന്റെ ഇടയിൽ കയറി കളിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എടാ, നീ ആണ് മോനാണെന്നുണ്ടെങ്കിൽ നിന്റെ ഫോട്ടോവും, ഞാൻ നിന്റെ പല ആൾക്കാർക്കും ഇങ്ങനെ പല കമന്റും വന്നിട്ടുണ്ട്. ആ കമന്റ് ഉള്ളവർക്ക് അടിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നിന്നെ പോലത്തെയുള്ള ഊളകൾക്ക് കമന്റ് പോലും എഴുതാനുള്ള ഒരു ഇത് എനിക്കില്ല, എന്നാലും ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ നമ്പർ അടക്കം സഹിതം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നീ ആണ് മോനാണെങ്കിൽ നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിന്റെ ഫോട്ടോ സഹിതം എനിക്ക് അയച്ചു തന്നിട്ട് നീ ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നീ എൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ എനിക്ക് അതിനുള്ള ആൻസർ തരാം. അല്ലാതെ നീ തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും നിന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ താഴ്ത്തിയല്ല ചെയ്യേണ്ടത്. എടാ, നീ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ മാന്യമായിട്ട് ബിസിനസ് ചെയ്യണം. എന്ത് ബിസിനസ് ആയിക്കോട്ടെ. എടാ, നീ ബിസിനസ് ചെയ്യുന്ന നിനക്കുള്ള പ്രോഫിറ്റ് ഉണ്ട്. എല്ലാവരും ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കടയിൽ ജോലി ചെയ്യുന്നവനും പൈസ വേണം. നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം. എല്ലാവർക്കും ബിസിനസ്, പല രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡിഫറെന്റ് കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ഇമാതിരി രീതിയിലുള്ള കമന്റ് എഴുതുന്നവരാണെങ്കിൽ, നീ അത് ഗഡ്സ് ആണെങ്കിൽ, നീ ആണുമോനെങ്കിൽ ഗെയിനെ പോലെ ലെസ്ബിയനെ പോലെ ഹൈഡ് ചെയ്തിട്ട് കമന്റ് ചെയ്യല്ല. അതിൽ ഒരുത്തന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. മറ്റവന്റെ വേറെ സൈലേഷോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്, അവന്റെ ഫോട്ടോ അതിലില്ല. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ നിങ്ങൾ കണ്ടോ? ഒരു സ്കെൽട്ടായിട്ട് ഒരു മന്ദബുദ്ധിയാണ് അവൻ തലക്കൊരു സുഖമില്ലാത്ത ഒരു കണ്ണാട വെച്ചിട്ട്, ഒരു തലക്ക് സുഖമില്ലാത്ത ഇവനൊക്കെ ഡയറക്റ്റ് ഡീപ്പോർട്ട് ചെയ്യേണ്ടവനാണ്. ഇവനെ ഒരു പക്ക ഫ്രോഡാന്നുള്ളത് മനസ്സിലായെന്നറിയോ? എൻ്റെ വീഡിയോന്റെ അടിയിൽ കമന്റ് വന്ന് ചെയ്തും മറ്റവന്റെ വീഡിയോന്റെ അടിയിൽ പോയിട്ട് ലവിന്റെ ചിഹ്നമൊക്കെ എഴുതിട്ട് ഇടും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് പക്ക ഫ്രോഡ് എന്നുള്ളത്. അപ്പോൾ ഇതേപോലത്തെ പിന്നെ പല ആൾക്കാരും പല രീതിയിലും ഞാൻ ഇന്നിനെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. നീ എന്നെ കൊണ്ട് വിളിപ്പിക്കുകയാണ്, ഞാൻ നിന്നെ നിർത്തി പോവാണ്. നീ ഓൾറെഡി പല പ്രശ്നത്തെ ഓൾറെഡി നീ പെട്ട് കഴിഞ്ഞു. നീ എന്ത് ലീഗൽ ആക്ഷൻ എടുക്കാം? നിനക്കെതിരെ 100 ലീഗൽ ആക്ഷൻ എടുക്കാനുള്ള എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. നിന്നെ എന്തുകൊണ്ട് ഇപ്പോഴും എനിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ കുറച്ച് ദിവസം, ഒരാഴ്ച മതി ടൈം കൊണ്ട് നിന്റെ കാര്യങ്ങളിലൊക്കെ തീരുമാനമാക്കാൻ എനിക്ക് പറ്റും. കാരണം അത്രയും എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. കാര്യങ്ങൾ എനിക്ക് അതേപോലെ റഷ്യയിൽ ഫ്ലുവൻസ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, റഷ്യൻ മൈഗ്രേഷനിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിലും നിന്റെ വിസന്റെ ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാനത് ഒഴിവാക്കി വിടുന്ന വെച്ചാൽ ഇപ്പോൾ ആളുകൾ ഓൾറെഡി അറിഞ്ഞു കാണും ഇവനൊരു പക്ക ഫ്രോഡാണെന്നുള്ളത്. ആളുകൾ ഓൾറെഡി അറിഞ്ഞു കാണും. ഇനി നിന്റെ കയ്യിലേക്ക് ഡോക്യുമെന്റ് തരാൻ ആളുകൾ മടിക്കും. അപ്പോൾ ഇനി നിന്റെ ഒരു ലൈഫ് സ്പോയിൽ ചെയ്യേണ്ടെന്നുള്ള നമുക്കൊരു മനസ്സിലൊരു ഇത് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞാനിങ്ങനെ ഒഴിവാക്കി വിടുന്നത്. കാരണം നിന്റെ ലൈഫ് പോകും. ഇത് പോയി കഴിഞ്ഞാൽ നിന്റെ ഡീപ്പോർട്ടേഷൻ ആക്കി നിന്റെ ഡീപ്പോർട്ടേഷൻ വന്നു കഴിഞ്ഞാൽ, നിന്റെ പാസ്പോർട്ടിൽ ഡീപ്പോർട്ടേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ രാജ്യത്തേക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ ബ്ലാക്ക് മാർക്ക് വരും നിനക്ക്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ ഇവിടെ റഷ്യൻ സിറ്റിസൺ ആണ്, ഓൾറെഡി റഷ്യയിൽ പാസ്പോർട്ടുള്ള ഒരാളും കൂടിയാണ്. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് എൻ്റെ പേരിൽ എന്നോട് ഫൈറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്രിമിനൽ കേസായിട്ട് വേറെ രീതിയിൽ പോകും. അത് വേറെ കാര്യം. കാരണം ഒന്നല്ല, കാരണം ഒരു ഫോറിൻ സിറ്റിസൺ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അയാളെ ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പലർക്കും അറിയാം എന്താണെന്നുള്ളത്. അല്ല, അതിനെ പേടിച്ചിട്ടൊന്നുമല്ല പറയുന്നത്. കാരണം നിന്റെ ലീഗലായിട്ടുള്ള കുറച്ച്, നീ കുറെ ലീഗലി ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ലീഗലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നീ അറിഞ്ഞിരിക്കണം.
അതുപോലെ തന്നെ റഷ്യയിൽ വന്നിട്ട് ഒരു സിറ്റിസന്റെ മേത്ത് ആക്രമിച്ചു കഴിഞ്ഞാൽ വേറൊരു രാജ്യത്തെ ആൾ ആക്രമിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണെന്നുള്ളത് നീ സെക്ഷൻ ഇതായിട്ട് നോക്കിയിട്ട് പഠിക്കും. നീ കുറെ സെക്ഷൻ പറയുന്നുണ്ടല്ലോ, നീ നോക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ നിനക്കെതിരെ വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഞാൻ നിനക്കെതിരെ ഈ വീഡിയോ ചെയ്തത്. അപ്പം നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇനി നീ ലാസ്റ്റ് വീഡിയോ അതുപോലെ ഓക്കെ, നീ ലാസ്റ്റ് വീഡിയോ എങ്കിൽ ലാസ്റ്റ് വീഡിയോ, ഇത് ലാസ്റ്റ് വീഡിയോ ആണ്, എൻ്റെതും ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി എതിരെ നിനക്ക് ഓൾറെഡി ഞാൻ നിനക്കുള്ള വാണിംഗ് ഓൾറെഡി തന്നു കഴിഞ്ഞു. ഇനി നിനക്ക് വാണിംഗ് ഉണ്ടാവത്തില്ല. ഇനി ഇതിനെതിരെ എന്തെങ്കിലും രീതിയിൽ എനിക്കെതിരെ പരാമർശിക്കുകയോ മോശമായ രീതിയിൽ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക, അതായത് ഞാൻ നിനക്ക് കമന്റ് ഇടാൻ പാടില്ല. എടാ മന്ദബുദ്ധി എത്ര ഇന്നേക്കാളും വലിയ വലിയ ഉദ്യോഗസ്ഥർക്കെതിരെ, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, വലിയ വലിയ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും അവന്മാർ കുറ്റം ചെയ്യുമ്പോൾ അവന്മാർക്കെതിരെ കമന്റ് ഇടുന്നുണ്ട് ആൾക്കാരുണ്ട്. അപ്പൊ അവന്മാരൊക്കെ തൂക്കണ്ട. നീ എന്താണ് അത് സോഷ്യൽ മീഡിയയിൽ അതിനുള്ള പെർമിഷൻ ഉണ്ട്. ഈ കുറ്റം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ വീഡിയോ ചെയ്യാൻ, ലൈവായിട്ട് വീഡിയോ ചെയ്യാനുള്ള പെർമിഷൻ പോലും ഇന്ത്യൻ കോടതി അനുവദിക്കുന്നുണ്ട്. അത് നിനക്കറിയോ? നീ ഒന്നും അറിയാതെ വെറുതെ ഈ കനറ്റത്തെ തവളനെ പോലെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ വലിച്ചഴിച്ച് നീ തന്നെ നിന്റെ റെപ്യൂട്ടേഷൻ കളയരുത്. ഓൾറെഡി നീ റെപ്യൂട്ടേഷനെ കളഞ്ഞു, നീ പക്ക ഫ്രോഡാന്നുള്ളത് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്നായിട്ട് നീ ഫൈറ്റ് ചെയ്യാൻ വരണ്ട. കാരണം നിനക്കുള്ള ആൻസർ ഉണ്ടാവില്ല. കാരണം നിനക്കുള്ള ആൻസർ ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു. പിന്നെ നിന്റെ ശിങ്കിടികൾ വെച്ച് നീ കുറെ കമന്റ് ഇട്ടു. ആ ശിങ്കിടികൾ അതിൽ 2-3 എൻ്റെ കയ്യിൽ കമന്റ് ഇട്ടിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിലിങ്ങനെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെ വന്ന കമന്റുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ അതിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, മാന്യമായിട്ട് നീ ചെയ്യുന്നുണ്ടെങ്കിൽ മാന്യമായ ബിസിനസ് ചെയ്യുക. കാരണം ഇനി മാന്യമായ ബിസിനസ് നീ ചെയ്താലും നിന്റെ അടുത്ത് ആൾക്കാർ ഒന്ന് തരാൻ വേണ്ടി ആരും തരത്തില്ല. കാരണം നിന്റെ പക്ക ഫ്രോഡ് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പല ആൾക്കാർ ഓൾറെഡി നിന്റെ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഓൾറെഡി ആൾക്കാർക്ക് മനസ്സിലായി നീ പക്ക ഫ്രോഡാന്നുള്ളത് ഓൾറെഡി നീ തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു ബുദ്ധി വിവരമുള്ള ആളാണ് നിന്റെ കയ്യിൽ ഫയലൊന്നും ഇനി തരത്തില്ല എന്നുള്ളത് കൺഫേം ആണ്. അതുപോലെ തന്നെ നിന്റെ കൂടെയുള്ളവന്റെ കൂടെയും ഫയൽ തരത്തില്ല. നിന്റെ കൂടെയുള്ളവനെ ഓൾറെഡി പോലീസ് നോക്കിയ കാര്യം നിനക്കറിയാലോ. 2 കോടിയോളമാണ് അവൻ പറ്റിച്ചിട്ട് ആൾക്കാർ. ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അവന്. എന്നിട്ട് അവനെ ജയിലിലാണ് അവനുള്ളത്. അതുപോലെ 2 കോടിയും നിജാസ് ആരുടെടുത്തും വാങ്ങിച്ചിട്ടില്ല. ഇതേപോലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യക്കാരന് ഓടി പോലും അല്ല. എനിക്കിതിവിടെ പല കളികളും കളിക്കാൻ പറ്റുമെങ്കിലും പക്ഷെ ഞാൻ ഇന്നേ വരെ ആരും ചതിച്ചിട്ടും പറ്റിച്ചിട്ടുമില്ല. കാരണം ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ പല വീഡിയോയിലും ഞാൻ തെളിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ ഇനി മേലാൽ വെല്ലുവിളിക്കാം. നിനക്ക് കഴിയുന്ന ആളുകളായിട്ട് നീ വെല്ലുവിളിച്ചോ. ഓക്കെ, നിന്നേക്കാളും കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നവനാണ് ഞാൻ. എന്നെ നീ വെല്ലുവിളിക്കണ്ട. അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ ഒരു സിറ്റിസനും കൂടിയാണ്. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും, നല്ല വീഡിയോ ഒന്നും അറിയില്ല, ഇവന് എതിരെയുള്ള ഇനി വീഡിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി വീഡിയോ വരില്ല. ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് നല്ല എന്താ പറയുക, റഷ്യയെ കുറിച്ചിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യാനാണ് കൂടുതലും ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവനെ കുറിച്ചിട്ട് അപ്ഡേഷൻ, പുതിയ അപ്ഡേഷനും കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇൻട്രസ്റ്റ്. പക്ഷേ ഇവനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.